അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. തുണി അലക്കുന്നത് ഈ വർഷത്തെ എല്ലാം ഉണ്ടാ. അപ്പൊ അങ്ങനെ ഒരു വർഷം കൂടെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2026 ഹാപ്പി തുണി എങ്ങനെ ഉണ്ടായിരുന്നു 2025? ഇത് തന്നെ ഇത് തന്നെയായിരുന്നു മൊത്തം. ഇനി എന്തോ പരിപാടി ഇന്നതാ? എന്തോ നീ പ്ലാൻ ചെയ്യണം. നിന്റെ തൊട്ട് പിന്നാലെ ഞങ്ങളും ഉണ്ട്. സച്ചൻ വേണ്ട ഇരിക്കുന്ന അച്ഛാ. ഒരു വർഷം തീർന്ന് ഇനി ഇന്ന് കഴിഞ്ഞാൽ ഇനി 2026 ഈ വർഷം എടുക്കുന്ന ലാസ്റ്റ് വ്ളോഗ് ആട്ടോ ഇത് എന്റെ. അച്ഛന് എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം? ഈ വർഷം കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത വർഷമായിരുന്നു. അത് മാത്രല്ല ഈ വർഷം ഭയങ്കര പെട്ടെന്നാ പോയത്. ഈ വർഷം തുടങ്ങിയതും അവസാനിച്ചൊന്നും അറിയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ന്യൂ ഇയറിന് നമ്മള് ട്രിവാൻഡ്രത്ത് പോയിട്ട് ബ്ലോക്കിൽ ഇരുന്ന് 12 മണിയായി. ബ്ലോക്കിൽ മാത്രമല്ല 12 മണിയാകുമ്പോ കറക്റ്റ് പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്തെത്തി. പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഉണ്ട്. അത് കണ്ട്. നിങ്ങൾക്ക് ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ലാത്ത വർഷമായിരുന്നു, നല്ലൊരു വർഷമായിരുന്നു. എനിക്ക് നല്ലൊരു വർഷമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ലൊരു വർഷമായിരുന്നു. ഞാൻ ഇത്ര പോലും പ്രതീക്ഷിച്ചില്ല. ലുലുവിന്റെ അങ്ങോട്ടൊക്കെ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും. ബ്ലോക്കിൽ പെടേണ്ടി വരും നമ്മള്. പെടും. കഴിഞ്ഞ പ്രാവശ്യം ബീച്ചിലായ സ്ഥലത്ത് പോകണം. എന്തിനാ? പോലീസ് പിടിക്കാനാ? ഏതായാലും മലയിലൊക്കെ പോയിരുന്ന് 12 മണിക്ക് പടക്കം മേടിച്ച് അവിടെ ഇരുന്ന് പൊട്ടിക്കണം. നമുക്ക് അറിയാത്ത സ്ഥലത്ത് എങ്ങനെ പോയിരുന്നു പൊട്ടിക്കുന്ന പടക്കമൊക്കെ? നമ്മുടെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ പോരാ എന്തിന്? അച്ഛ ഇപ്പൊ എന്റെ അത്ര പോലും മെച്ചോടല്ല. രാവിലെ എനർജി ആയിട്ട് ഒരു കരിക്ക് കുടിച്ചു തുടങ്ങാം. ഫ്രഷ് കരിക്ക്. എന്തിന്? ഇങ്ങോട്ട് തരൂ. നല്ലായിരിക്കും. പറഞ്ഞൂടെ? എന്തിനാ ഇങ്ങനെ ഇരിക്കുന്ന? ന്യൂ ഇയർ ഒന്നും ആഘോഷിക്കാൻ പോകുന്നില്ലേ? ഇവിടെ നിന്ന് ആഘോഷിക്കണം. എന്തിനാ ഉള്ളത്? ഇവിടെ നിന്ന് ആഘോഷിക്കണം. വേണ്ട ആൾക്കാരൊക്കെ പോവല്ലേ? വിളിച്ച് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയണം. മുട്ടായി പിന്നെ എന്തിനാ വേണ്ടത്? ന്യൂ ഇയർ ആഘോഷിക്കാനാ? ഇല്ല, പോകുന്നില്ല. എങ്ങും പോണില്ല. ഫ്രിഡ്ജൊക്കെ മേടിച്ചാ പുതിയ? ഓ എനിക്ക് വയ്യ. പുതിയ ഫ്രിഡ്ജൊക്കെ മേടിച്ച്. ഏതാ? ആണോ? എന്നാ എനിക്ക് പാല്. ഇതൊക്കെ ചെറിയ തട്ടി. ഇതൊന്നും ഇപ്പൊ കാണാനില്ലായിരിക്കും. 50 ഗ്രാമിന്റെ. ഈ 50 ഗ്രാം എന്തിനു തൂക്കുന്ന? സ്വർണ്ണോ? ആ കപ്പലണ്ടി ഒക്കെ തൂക്കും അല്ലേ? അത് മറ്റേ അതേലും ഒരെണ്ണം മേടിച്ച് വെക്കാത്തത്? മറ്റേ അല്ലാത്ത ഡിജിറ്റല് നമ്പർ കാണാമല്ലോ. അപ്പം മതി മതി. അയ്യോ, ഹാപ്പി ന്യൂ ഇയർ. അത് തന്നെ ന്യൂ ഇയർ ഉണ്ട്. വൈകുന്നേരം ഇറങ്ങുമല്ലേ? ഓക്കെ, അടിപൊളി. ഇല്ല 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 ഇല്ല. ഓ അല്ല, ചെറുതായിട്ട്. പോട്ടാ. ടാറ്റ. പഴങ്കഞ്ഞിക്ക് ചമ്മന്തി ഉണ്ട്, ചീരത്തോരനുണ്ട്, പിന്നെ ഉണക്കമീന്, ഉണ്ടളവ്. മീൻകറി ഇല്ല? ഇല്ല, മീൻകറിയില്ല. ചീനി, തൈര്, ഉണക്കുണ്ടല്ലോ. അമ്മയ്ക്കുണ്ടാ? വേണ്ട വേണ്ട. കാണുമ്പോ ചിലപ്പോ എനിക്ക് കുടിക്കാൻ തോന്നും. ഞാൻ അടുക്കളയിൽ പൂ കുടിക്കും. മുളക് കൂടെ മണമുള്ള മുളകാ. ഭയങ്കര എരിയാണ്. മണമുള്ള മുളകാ. പൊട്ടിയ കൊടുങ്കല്ലി. അപ്പോൾ ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ടേസ്റ്റ്. എരി കണ്ടോ മുളക്? ന്യൂ ഇയറിന് ആരാ വണ്ടി ഓടിക്കുന്ന? ആരാ ഓടിക്കുന്നത്? ബ്ലോക്ക്. നിങ്ങളെല്ലാരും കയറിയ ഞാൻ ഓടിക്കുക. ആരും ചിരിക്കുന്നില്ലല്ലോ. എന്റെ കോമഡിക്ക് ഞാൻ ചിരിച്ചാൽ മതി. എനിക്ക് പറയാനും അറിയാം, ചിരിക്കാനും അറിയാം. പിന്നെ കൊണ്ട് മാറി ഞാൻ ചിരിച്ചോളാം. വയ്യ. അമ്മക്ക് ചുമ കേട്ടാ. ഞാൻ എപ്പോഴായിരുന്നു വ്ലോഗ് എടുത്തത്? പഴകഞ്ഞി കുടിച്ചെടുത്തപ്പോഴില്ലായിരുന്നോ? ഞാൻ ഇടയ്ക്ക് വെച്ചൊരു നല്ലൊരു വള്ളി കിട്ടി കേട്ടോ. ആ വള്ളി എന്താണെന്ന്
ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. ഓക്കെ, എന്നിട്ട് സമയം പെട്ടെന്ന് പോയി. ഞാൻ ഫ്രണ്ടിൽ സമയം ഏതാണ്ട് 7:30 ആയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴെങ്കിലും ഇറങ്ങിയാലേ ട്രിവാൻഡ്രത്ത് എത്തും. കാരണം അമ്മ അതിരി ബ്ലോക്ക് ആയിരിക്കും. ട്രിവാൻഡ്രത്ത് എന്താണുള്ളത് അച്ഛാ? എന്തിനാ ഉള്ളത്? കൊറേ ബ്ലോക്ക് കാണും. അത് തന്നെ മെയിൻ. കഴിഞ്ഞ ബ്ലോക്കിൽ ഓടിക്കാൻ അച്ഛനാണ് ബെസ്റ്റ്. ആ ബ്ലോക്കിൽ ഓടിക്കുന്ന ഒരു നേക്ക് അച്ഛൻ അറിയാം. അതുകൊണ്ടാണ് അച്ഛന് വണ്ടി തന്നത്. അച്ഛൻ എൻജോയിങ് സ്കില്ലിങ്. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ത് എല്ലാരും ഒരു സൈലൻസ്. 2026 ഒരു എനർജി കൊണ്ട് വരുന്നില്ലേ? 25ന്റെ സൈലൻസ് ആണെന്ന് തോന്നുന്നു. അച്ഛൻ എന്തെങ്കിലും ലാസ്റ്റ് ദിവസം വെച്ചാ ഇന്ന് 2025ന്റെ. അപ്പൊ അച്ഛൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യും. കുത്തിയൊക്കെ മാറി എന്തെങ്കിലും ചെയ്യും അച്ഛൻ വെറൈറ്റി ആയിട്ട്. നാളെ എനിക്കുണ്ട്. അത് 2026 വെച്ചാ 2025 ഇന്നും കൂടെ ഉള്ളു. ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അച്ഛൻ ചെയ്യും. ക്ലാസ് തുറന്ന് ചാട് പുറത്തോട്ട്. നേരെ ട്രിവാൻഡ്രം എത്തിയിട്ട് വരാൻ സുഹൃത്തുക്കളെ തരും. ഹേ ഗൈസ്, ഞങ്ങളുടെ പ്ലാൻ എല്ലാം മാറ്റിയിട്ട് ഞങ്ങള് വർക്കല വന്നു കേട്ടോ. ട്രിവാൻഡ്രം പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ട്രിവാൻഡ്രത്ത് അങ്ങോട്ട് ലുലുവിന്റെ അവിടെ ഒന്നും പരിപാടിയൊന്നുമില്ല. പിന്നെ കനകക്കുന്നിലാണെങ്കിലും പ്രോഗ്രാംസിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങള് പിന്നെ വർക്കല വന്നപ്പോ അതിൽ നിന്നും കോമഡി. ഇവിടെ വണ്ടി എങ്ങോട്ടും വിടുന്നില്ല. വണ്ടി എവിടെയെങ്കിലും ഇട്ടിട്ട് ഇനി നടന്നു പോകാനേ പറ്റുള്ളൂ. ഞങ്ങൾ കുറെ നേരം കൊണ്ട് ഇവിടുത്തെ കട്ട് റോഡുകൾ മൊത്തവും കയറി ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു സ്ഥലത്തോട്ടും ഒരു ബീച്ചിലോട്ടും പോലീസ് വണ്ടി ഇടുന്നില്ല. അതാണ് സംഭവം. നടക്കാനാണെങ്കിൽ കുറെ ഉണ്ട്. ഒരു 3 കിലോമീറ്റർ ഒക്കെ അടുപ്പിച്ച് നടന്നാലേ ഏതെങ്കിലുമൊക്കെ ബീച്ചിലെത്തും. അപ്പൊ ഇനി എന്തായാലും വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നമുക്ക് നടക്കാം. ഓക്കെ, നടക്കാൻ റെഡിയാണോ അച്ഛാ? ഞാൻ ഇപ്പൊ നടത്തുകയാണല്ലോ പിരിവിനെ. ഇത് എളുപ്പമായിരുന്നു. നമ്മൾ അടുത്ത ഒത്തിരി നടക്കേണ്ടി വന്നില്ല. എത്ര രൂപ ഇത്? 50 രൂപ. ഒന്ന് വിട്ടായത് എവിടെ? ഇങ്ങനെ കറങ്ങി വരും അല്ലേ? ഒരെണ്ണം മേടിച്ചാലോ? നമ്മള് വിട്ടാ വരുമോന്ന് അറിയത്തില്ല. വരുമോ? അച്ഛന്ന് വിട്ടു നോക്കട്ടെ. വെസ്റ്റ് ചരിച്ചടി. അവിടെ കറങ്ങുന്നില്ലേ? എങ്ങനെയുണ്ട്? ഞങ്ങള് നേരെ ക്ലിഫിൽ വന്നു കേട്ടോ. ഇത് ക്ലിഫാണോ അതോ കർണാടകമാണോ എന്നൊരു സംശയമുണ്ട്. മൊത്തം തമിഴ്നാട് കർണാടക പിടിച്ചടക്കിയിരിക്കുന്നു. ആന്ധ്ര മൊത്തം കർണാടക കേട്ടോ. ഇതെല്ലാം ഇത് തമിഴ്നാട് പക്കം, അത് കർണാടക പക്കം. ഇത് യൂട്യൂബില്ല. തമിഴ്നാട് സ്പെഷ്യൽ സ്റ്റെപ്പ് അമ്മരെ മാത്രം. അത് അങ്ങനത്തെ പാട്ടാ ചെയ്ത്. ഇടയ്ക്ക് സ്പീഡോ ഇടയ്ക്ക് സ്ലോ ആവും. അവന്റെ ഒരു സ്റ്റെപ്പ് ഇപ്പൊ വരും, നോക്കിക്കോ. അതിനവൻ വെയിറ്റ് ചെയ്യുക. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. സമയം 11 മണി ആവാറായിട്ടോ. ചിലപ്പോ കാണും പടക്കം പൊട്ടിക്കൂലേ? പൊട്ടിക്കോ? ട്രൂത്ത്. അച്ഛൻ അവിടെ പോയി ഏകനായിട്ടിരിക്കുന്നത്. അമ്മയുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തുവാ? അടുത്ത വർഷം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയത്തില്ലേ നമ്മള്? എന്നെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റുന്നേ? ഞാൻ നിന്റെ പുറകെ നടക്കും. അതല്ല അമ്മ, ഇപ്പം ഓരോ തീരുമാനങ്ങൾ പറയത്തില്ലേ? ചിലവരൊക്കെ പറയും ഇനി മുതൽ ഞാൻ ജിമ്മിൽ എന്നും പോവും, ഡെയിലി പോവും. അതൊരു ന്യൂ ഇയർ റെസൊല്യൂഷനാ. ഞാൻ ഇന്നത് ചെയ്യുമെന്ന് എനിക്ക് ഞാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒറ്റയ്ക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റയ്ക്ക് പ്രസവിച്ചില്ലേ?
അത് പ്രസവിച്ച് വേറെ കൂട്ടിനാളുണ്ടായിട്ടാ. ആരാ ഡോക്ടറാ? ഇതച്ഛൻ. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു അതിന്? കൂട്ടിനെ കൂടെ വരൂല ആശുപത്രി. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. ആശുപത്രിയല്ലേ? അപ്പൊ അതിലും നമ്മൾ ഒറ്റപ്പെടുന്നില്ലല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് സ്കൂട്ടി ഓടിച്ച് പഠിച്ച്. ഞാൻ ഇപ്പൊ അടുത്ത് ഞാൻ പറയോ ഞാൻ വണ്ടി ഓടിച്ച് പഠിക്കും എന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. ചിലപ്പോ അത് ചെയ്ത പറ്റിയില്ലെങ്കിലോ? അല്ല, പറ്റണം. ഒരു കോൺഫിഡൻസ് വേണം, ഞാൻ അത് ചെയ്യൂന്ന്. ഇപ്പൊ അമ്മയ്ക്കൊരു എനിക്ക് കാർ ഓടിക്കാൻ പഠിക്കും ഞാൻ അടുത്ത വർഷം. അതൊരു ന്യൂ ഇയർ റെസൊല്യൂഷനാണ്, ഞാൻ പഠിക്കും. അതെന്റെ തീരുമാനമാണ്. അങ്ങനെയൊക്കെ വേണം പറയാം. അടുത്ത വർഷം കൊണ്ട് പെണ്ണ് കെട്ടിക്കും. അടുത്ത വർഷം ആകുമ്പോഴത്തേന് ആളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കും. കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം. അത് നടക്കും. അതിന് ചാൻസ് ഉണ്ട്. അത് ചാൻസ് ഉണ്ട്. പിന്നെ എന്നെ ഉപേക്ഷിച്ച് 2027 എന്നാൽ നിങ്ങൾ എന്റെ കാര്യം പറഞ്ഞില്ലല്ലേ? ഞാൻ വിചാരിച്ചു ന്യൂ ഇയർ റെസൊല്യൂഷൻ അതെങ്കിലും. ഇപ്പൊ ശ്രീതു ഞാനും വിചാരിച്ചു അങ്ങനെ പറയൂ. ഇത് അത് പറഞ്ഞില്ല. എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ കേൾക്കണ്ടേ? ഞാൻ ഡയറി മേടിക്കാൻ പോവാ. എന്നിട്ട് ഞാൻ ഡയറി എഴുതാൻ പോവാ. അത് എൻ്റെ ലൈഫിൽ നടക്കുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതെല്ലാം ഞാൻ എഴുതി വെക്കാൻ പോവാ. ഇല്ല, തരത്തില്ല. അത് ലോക്കും പൂട്ടും ഒക്കെ ഉള്ള ഒരു ഡയറി. പബ്ലിക് ആക്കും. എന്നിട്ട് അടുത്ത വർഷം ഇരുന്ന് നമ്മളിന്ന് വായിക്കും. എന്റെ ഡയറി അളിയല്, അളിയന്റെ ഡയറി എനിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ഡീലാണ്. ഞാൻ ഡയറി എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ എന്ന് എഴുതി വെച്ച്? അലമാരിക്കത്തുണ്ട് ഡയറി. ഞാൻ അറിയിട്ടില്ല. ഉണ്ടാ? ഞാൻ എന്തെങ്കിലും അതിപ്പോ പറയാ, ഞാൻ എന്തെങ്കിലും ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. അവിടെ ഇരിപ്പോട്ട് നിങ്ങൾ എന്റെ അലമാരി എല്ലാം പരിശോധിക്കുമ്പം എന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം, എനിക്ക് എന്റെ മനസ്സിൽ ഏറ്റവും വിഷമമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അതേ ഡേറ്റ് ഇട്ട് ഇതേ മാസത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ നീ ഡയറി എഴുതി കാര്യം പറഞ്ഞോണ്ട് പറയുക. നിങ്ങൾക്ക് സംഭവം എനിക്കത് അറിയത്തില്ലായിരുന്നു, കാര്യമായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇതായിട്ടുള്ള കാര്യങ്ങൾ, നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ അച്ഛനെങ്കിലും അറിയാവോന്ന് എനിക്കറിയത്തില്ല. ഞാൻ നമ്മളെ JCB എടുത്തില്ലേ, ആദ്യമായിട്ട് JCB മേടിച്ചു, അപ്പുറത്തെ വീട്ടിൽ വെച്ചെടുത്തില്ലേ, അതിന്റെ അകത്ത് ഫുള്ള് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് ഒരു എത്ര വർഷമായി? 15 വർഷത്തിൽ കൂടുതലായി. ടെസ്റ്റ് കിടക്കുന്നത് അത്രയും വർഷം കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ? അവിടെ ഒരു വലിയ ബുക്ക് ഇരിപ്പുണ്ട്. ഒരുവിധ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. കൊച്ചു ജനിച്ച ഡേറ്റ്, പിന്നെ പ്രവീൺ ജനിച്ച ഡേറ്റ്, കല്യാണ വർഷം, അച്ഛൻ മരിച്ചത്, അമ്മ മരിച്ചത്, അവർക്കുള്ള നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്ക് അതൊക്കെ അറിയണ്ടേ? അതിന് നമ്മളെ വണ്ടി എടുത്ത ഡേറ്റ്, വണ്ടിയുടെ ഫിനാൻസ്. അച്ഛനൊരു കാര്യം അറിയായിരുന്നോ? അമ്മ 15 വർഷമായിട്ട് ഡയറി എഴുതുമായിരുന്നു. അമ്മ ഞാൻ കണ്ടിട്ടില്ല. എനിക്കും അറിയത്തില്ല, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അത് ശരി, ആരും കാണാനില്ല. ഇപ്പൊ എല്ലാരും പഞ്ചായത്തുള്ള എല്ലാരും കൊണ്ടുവന്നിട്ട് ഞാൻ ഡയറി എഴുതോളെ, ആരും എഴുതത്തില്ലല്ലോ. എന്തായാലും നമ്മുടെ തോന്നുന്നുണ്ട്, നമ്മളും അറിയത്തില്ല. ഈ ഡയറി ഒക്കെ ഉള്ള ആളെ ഡയറി ഒരു പേഴ്സണൽ തിങ് ആണ്, അത് എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. അക്ഷരത്തെറ്റായിരിക്കും വായിച്ചെടുക്ക ഇവർക്ക് പറ്റൂ. അക്ഷരത്തെറ്റായിരിക്കും, കുഴപ്പമില്ല. അങ്ങനെ കൊണ്ട് അച്ഛന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തോ? ഞാൻ അടുത്ത വർഷം ഞാൻ ഇന്നതൊക്കെ ചെയ്യും, എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ പോയാൽ മതി. കൂടുതൽ ആഗ്രഹിക്കില്ല, ഒരു കുറച്ച് ആഗ്രഹിച്ച കുന്നോളം ദൈവം തരും. അങ്ങനല്ലല്ലോ, കുന്നോളം ആഗ്രഹിച്ച കുറച്ച് തരുന്നല്ലേ? അടുത്ത വർഷം ആകുമ്പോഴത്തേന് അത് എക്സ്ചേഞ്ച് ചെയ്യും. അതിന് നമ്മുടെ അങ്ങോട്ട് ഇരുന്ന് വായിക്കും. ഇതാണ് സംഭവം. അത് കുഴപ്പമില്ല, എന്റെ ഡയറി ഈ ഡയറി കണ്ടുപിടിക്കും ഏതാ വീട്ടിൽ പോയിട്ട്. ഇല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങളെ മുമ്പ് എടുത്ത് കാണിക്കുന്നത്. ഏതാണെന്നറിയോ? ആ വലിയ ഫയല്, വണ്ടിക്ക് കണക്കെഴുതുന്ന ഫയല്. പിരിവിന്റെ കണക്കൊക്കെ ഇല്ല,
എനിക്ക് ഞാൻ ഡയറി മേടിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ ബുക്കില് ഞാൻ എഴുതുന്നത് അതെന്റെ ഡയറി. വണ്ടിയുടെ കണക്കെഴുതിയിരിക്കുന്ന ഡയറി ഉദ്ദേശിക്കുന്നതാണ്. ചെറിയ ഡയറിയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിന്റെ അറ്റത്താ എഴുതിയിട്ടുള്ള എന്തൊരു കാര്യങ്ങളും ഞാൻ ഡയറിക്കത്തല്ല എഴുതിയത്. ഇപ്പൊ ഡയറി ആയില്ല, ഡയറിയുടെ അറ്റത്തായി. 15 വർഷത്തെ കാര്യം ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചില്ല. 15 വർഷത്തെ കാര്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്തല്ലി കണക്ക് എഴുതുന്ന ആ ഡയറിക്കകത്ത് 2010 വണ്ടി എടുത്തത്. ആ വണ്ടിയുടെ 2010 പോലെ എന്റെ CC അടഞ്ഞത് 3-4 വർഷമായി. അത് ഇതുകൊണ്ടുള്ള കണക്കിനകത്ത് ഉറപ്പുണ്ട്. ആ കണക്കിനകത്താണ് നിന്റെ അമ്മ ഡയറി കണക്കിന്റെ അപ്പുറഭാഗം എന്റെ ഡയറി, ഇപ്പുറഭാഗം കണക്ക്. ഞാൻ എന്തൊക്കെയോ ഞാൻ അമ്മയെ ഭയങ്കര ഇതിൽ അതൊക്കെ മനസ്സിൽ വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാനിപ്പോ ഈ ഡയറി ബുക്ക് ചെയ്താന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് ഡയറി എഴുതുന്ന കാര്യം മനസ്സിലായത്. അവിടെ ഇരിപ്പുണ്ടാ അയ്യപ്പന്റെ ഒരു ഡയറി ഇരിപ്പുണ്ട്. അയ്യപ്പന്റെ അത് കണക്കെഴുതുന്ന ബുക്കായിരുന്നു. അയ്യപ്പന്റെ സുമാരാണ് പിന്നെ ഇവിടുന്ന് കൊണ്ട് തന്നത്. എനിക്കൊരു ഡയറി കൊണ്ട് നോക്ക്, അത് കണക്കുണ്ടോ? അത് ഞാൻ ഇപ്പൊ കാണിച്ചു. അത് കണക്കൊന്നുമില്ല, അത് ഞാൻ എഴുതി. അല്ല അമ്മ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? അതുള്ളതാ, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ 5 ഡയലോഗ് അതൊന്നുമല്ല, ഇതൊന്നല്ല വിറ്റ്. ഇതിന് പറഞ്ഞെന്താ അറിയുന്നത്, ഇത് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. എന്തെങ്കിലും ഞാനില്ലാതാവുമ്പോൾ നീ ഇതെടുത്ത് നോക്കണം. ഇതാണ് പറഞ്ഞത്. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും മറക്കാൻ പാടില്ല. ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. കാണില്ലേ എന്തൊക്കെ ഞാൻ മറ്റേതിന്ന് എടുത്ത് ഇതിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ബുക്കിൽ എന്റെ അമ്മയ്ക്ക് മെമ്മറി കൂടുതൽ. മെമ്മറി കൂടുതലുള്ളതുകൊണ്ടല്ലേ. അതല്ല പിന്നെ എല്ലാവർക്കും ബർത്ത്ഡേയും അതെല്ലാം ഓർമ്മയുണ്ട്. പിന്നെ അതെനിക്ക് പിന്നെ ഫംഗ്ഷനും മറ്റു കാര്യങ്ങളെല്ലാം. അതെന്താന്നറിയോ, ഞാൻ എഴുതി വെക്കും. അതെനിക്ക് തെറ്റാന്ന് തോന്നുന്നു ചിലപ്പോ. ഇങ്ങനെ ആലോചിക്കും, അപ്പൊ ചെന്ന് നോക്കുമ്പോ അത് കറക്റ്റ്. അച്ഛന്റെ ബർത്ത്ഡേ എന്നാ? അച്ഛന്റെ 15/5/1976 അല്ലേ? അച്ഛൻ അറിയത്തില്ല. 15/5/1976. അത് അമ്മ പറഞ്ഞില്ലേ? അച്ഛൻ വേറെ പറ. അയ്യോ എന്തായാലും അതാണ് അമ്മയുടെ ഡയറി കഥ. അച്ഛ അടുത്ത പ്രാവശ്യം അമ്മ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്തുമായിരിക്കും? അമ്മ ഇങ്ങോട്ട് വാ, അടുത്തോട്ട് വാ. ഉണ്ടായി അമ്മ ഇനി ഈ കാര്യം ചെയ്യണ്ട അടുത്ത വർഷം. അതെന്തിനായിരിക്കും അച്ഛൻ പറയുന്ന? പുട്ട് ഒഴുകരുത്. അതെ, അടുത്ത വർഷം അമ്മ ചെയ്യാത്ത കാര്യം പുട്ട് ഒഴുകരുത്. ഇനി ഒരു ദിവസം പോലും ഇനി പുട്ട് ഒഴുകത്തില്ല. നിർത്തി. ഓക്കെ, അതിൽ പിന്നെ പുഴുങ്ങിട്ടില്ല. വെള്ളത്തിലിട്ട കൊടുക്കളെ അത് നിർത്തണം. അച്ഛൻ അടുത്ത വർഷം ചെയ്യേണ്ട ഒരു കാര്യം. നിന്റെ അമ്മ ആഴ്ച ഒരു ദിവസം വീട്ടിൽ കുക്ക് ചെയ്യണമെന്ന്, അതായിരിക്കും പറയാൻ പോകുന്നത്. ആ ശരി, അത് നല്ലൊരു തീരുമാനമാണ്. അടുത്ത വർഷം മുതൽ ഞായറാഴ്ച ദിവസം ഒരു ദിവസം കുക്ക് ചെയ്യണം. അതെ, അടുത്ത ആഴ്ച തൊട്ട് അടുത്ത വർഷം തൊട്ട് ആഴ്ചയിൽ ഒരു ദിവസം അച്ഛൻ കുക്ക് ചെയ്യണം. ശനി അല്ലെങ്കിൽ ഞായർ ഏതെങ്കിലും ഒരു ദിവസം അച്ഛൻ ഫ്രീ ഉള്ള ദിവസം കുക്ക് ചെയ്യണം. അനി എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? അടുത്ത വർഷം ഇത് ഇന്നണക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും? നീ ചെയ്യണമെന്ന് കൈ നോക്കണം, കൈ ശ്രദ്ധിക്കണം. അതൊന്നുകൂടെ വ്യായാമം ചെയ്ത് നല്ല സെറ്റാക്കണം, പഴയ കണക്ക് സെറ്റാക്കണം. ഓക്കെ, ഇനി ഞാൻ എല്ലാവരെയും അഡ്വൈസ് എടുക്കാം കേട്ടോ. അളിയൻ എന്തെങ്കിലും പറയണ്ട എൻ്റെ അടുത്ത്? ബൈക്ക് ഓടിക്കാൻ ബൈക്ക് ഇച്ചിരി ഓവറാവുന്ന അമ്മ പിന്നെ അവൻ പറഞ്ഞത് തന്നെ ബൈക്ക് ഓടിക്കരുത്. പിന്നെ ജിമ്മിന് പോയി കൂടെ സെറ്റ് ആവണം. ജിമ്മിന് ഇപ്പോഴേ പോകാൻ പറ്റത്തില്ല. ഒരു 4-5 മാസം കൂടെ കഴിഞ്ഞാൽ ജിമ്മിന് പോവാം. കൈ പഴയ കണക്ക് നല്ല ഇതാവണം. പിന്നെന്തിനാണ് എല്ലാം ഇത് എഴുതി വെക്കണമെന്നല്ലേ? അത് അമ്മേന്റെ അടുത്ത് ഇറക്കി പറയും. അതിപ്പോ എപ്പോഴും നിന്റെ അടുത്ത് അവരുടെ അടുത്ത് പറയുന്നവര് കണ്ടന്റ് എഴുതി വെക്കണം ബുക്കില്. ഓർക്കുന്ന കണ്ടന്റ് അപ്പോഴെപ്പോഴും ബുക്കിൽ എഴുതി വെക്കണം. അത് ഞാൻ നോട്ട് ചെയ്യും. ഞാൻ ഫോണിൽ നോട്ട് ചെയ്യും. എഴുതി വെച്ചാൽ ഫോണിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ പറയാം, എഴുതി വെക്കുമ്പോ നമുക്ക് എന്തെങ്കിലും
എന്തെങ്കിലുമൊക്കെ സംഭവം പിന്നെ കിട്ടും. നമ്മൾ എഴുതുമ്പോ അത് വരുന്നതാ. ഓ അങ്ങനെ ഉണ്ടോ? നമ്മൾ അതങ്ങ് സപ്പോർട്ട് ചെയ്തില്ലേ? നമ്മളിത് എഴുതുമ്പം അതാണ് അമ്മ ഡയറി എഴുതി വെച്ചത്. ഓക്കെ, സമയം ഏതാണ്ട് 11:30 ആയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറും കൂടെ ഈ വർഷം കഴിയാനായിട്ട്. വയസ്സിന് ന്യൂ ഇയറിന് വെറും 2 മിനിറ്റ് കൂടെ ഉള്ളൂ. 2 മിനിറ്റ് കൂടെ. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 2020 തീർന്ന്. 26 അച്ഛൻ ചാടി കടലിൽ ചാടാ. അമ്മേടി അടി അടി അമ്മ അടിയമ്മ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. പാണ്ടി കരിമ്പാറകളെ പിടിച്ചു കേട്ടോ വർക്കല. പ്രാവശ്യം ഇവന്മാരും ഉണ്ടോ ഈ വർക്കല? ഇപ്പൊ പോലീസ് ഒരു ഇപ്പൊ പാറ ഇപ്പൊ പഞ്ചന് ഇപ്പൊ അടിയിട്ടു. ഹാപ്പി ന്യൂ ഇയർ. 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 ന്യൂ ഇയർ. സ്വാമി. അയ്യോ. ഹേ ഗൈസ്, അങ്ങനെ 2026 ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെൽക്കം ടു 2026. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അമ്മ അയ്യോ അമ്മ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാവട്ടെ. താങ്ക് യു അളിയ. അളിയ ഹാപ്പി ന്യൂ ഇയർ. അളിയ അളിയ ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഗൈസ് വെൽക്കം ടു 2026. അയ്യോ ഇടി കൊണ്ട് എന്റെ ഊപ്പാട് വന്നിട്ടു. 2026 ആദ്യം തൊട്ട് ഇട്ടിയായിരുന്നു. എന്തൊരു തിരക്കാരെന്ന് അറിയാവോടാ. നിന്ന് തിരിയാനായിട്ട് സ്ഥലമില്ല. വല്ല ചാതി ഇഞ്ഞ് താഴോട്ട് വന്നത്. അല്ലല്ല, നമ്മളവിടെ നിന്ന് കൊടുത്താൽ ആളിഞ്ഞ് കൊണ്ടെത്തിക്കോളൂ. ഓടെ ഇടിച്ചിടിച്ച് സത്യമായിട്ട് മേലൊക്കെ വേന എടുത്ത് അമ്മാരി ഇടിയായി പോയി. അടിപൊളിയായിരുന്നു. അവിടെ 4 വഴിക്ക് കൂടെ പടക്കൊക്കെ പൊട്ടിയല്ലേ. അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു ഗൈസ്. ഞങ്ങള് പോയിട്ട് നമ്മള് പിന്നെ അവിടെ ഒത്തിരി നേരം നിന്നില്ല. ഞങ്ങള് അപ്പൊ തന്നെ ഇറങ്ങിയെങ്കിലും ഇതുണ്ട് താഴെ എത്തിയപ്പോഴത്തേന് ഇറങ്ങി വന്നു. എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ. എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ വർഷം നടക്കട്ടെ. നടക്കാണ്ട് പോയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക, വിജയിക്കും എന്നില്ല. എല്ലാം അല്ലേ, പരിശ്രമമാണ് വിജയം. അതെ അതെ. എല്ലാം കൊണ്ടും അടിപൊളി ഒരു വർഷമാവട്ടെ എല്ലാവർക്കും. അച്ഛനും അമ്മയ്ക്കും അളിയനും എല്ലാവർക്കും ഒരു ഡേ ഗ്യാപ്പിട്ടാണ് വ്ളോഗ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മാക്സിമം ഈ വർഷം ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് ഞാനും നോക്കും. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വിശേഷം. ഫോട്ടോ എടുക്കട്ടെ. ഹോപ്പ് യു ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ഇട്ടാൻ എനർജി എല്ലാവർക്കും 2026 ഒരു പവറാ. ബൈ, ഗുഡ് നൈറ്റ്, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ബൈ, ടാറ്റാ.